N4 ഒരുക്കുന്ന പ്രത്യേക ഇലക്ഷൻ പ്രോഗ്രാം ആരുടെ വിധി. നാടിന്റെ തീരുമാനങ്ങൾ ഇനി N4 ന്യൂസിലൂടെ. ചേട്ടാ, ഇത്തവണ കേരള ആര് ഭരിക്കാനും സാധ്യത? ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും മറിച്ചൊന്നും പറയാൻ പറ്റില്ല. അനുഭാവിയാണെങ്കിൽ ഇപ്പോൾ പാർട്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് 10 വർഷം കാഴ്ചവെച്ചെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? പിന്നെ അത് കാണാവുന്ന കാര്യങ്ങളല്ലേ. അതെ, അപ്പൊ പാർട്ടി പ്രവർത്തനം അധികം ചോദിക്കേണ്ട. അപ്പൊ പാർട്ടി പ്രവർത്തനം ഒന്നല്ല, അനുഭാവിയാണ്, വെറും അനുഭാവം. അപ്പൊ പിണറായി വിജയൻ അടുത്ത 5 വർഷം കൂടി അധികാരത്തിൽ വരണം എന്നാണോ? വരും എന്നാണ് എന്റെ വിശ്വാസം. വരണം. ചേട്ടന്റെ അഭിപ്രായത്തില് അടുത്ത 5 വർഷം ആര് ഭരിക്കും? പിണറായി അല്ലാണ്ട് പിന്നെ ആര് വരാനാ? ചേട്ടന് ഒരു പാർട്ടി അനുഭാവം തന്നെയാണോ? അപ്പൊ പിന്നെ മാറ്റി പറയാൻ പറ്റില്ല. ഈ UDF 110 സീറ്റ് വരെയൊക്കെ ആര് പറഞ്ഞു? PT സതീശൻ വെറുതെ പറയല്ല 110 കിട്ടുന്ന ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു. 3000 രൂപ 600 കൊടുക്കാൻ കൊടുക്കുക. 25 ലക്ഷം 600 കിട്ടിയില്ല. അതിന്റെ പലിശ 5 മാസത്തെ പലിശ കൊടുത്തത്. അപ്പൊ UDF ഒരു സാധ്യത. അപ്പൊ 15ാമത്തെ വർഷം LDF തന്നെ ഭരിക്കും. തീർച്ചയായും ഈ LDF ജയിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി വേറെ ആരെങ്കിലും ശ്രീമതിന്റെ നിർത്തുമെന്ന് അറിയില്ല മുഖ്യമന്ത്രിയായിട്ട്. അത് അറിയാൻ പറ്റില്ല. നിൽക്കണമെന്നല്ല അറിയില്ല. അപ്പോ എത്ര സീറ്റിന് ജയിക്കാന്നാണ് പ്രതീക്ഷ? എന്റെ അഭിപ്രായം ഒരു 105 സീറ്റാ. 105 സീറ്റിന് ജയിക്കാൻ സാധ്യതയുണ്ട്. ഇത്തവണ ആര് ജയിക്കും? ഞാൻ LDFന്റെ അനുഭാവിയാണ്. പിന്നെ എന്തായാലും എന്റെ ആഗ്രഹം LDF വരണം എന്നുള്ളതാണ്. കാരണം വ്യക്തിപരമായിട്ട് എനിക്ക് പറയണ്ട. അതായത് വെച്ചാല് ഞാനൊരു 30 വർഷമായിട്ട് ഒരു 10 സെന്റ് ഭൂമി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. LDFും UDFും മാറി മാറി വന്നു. അതിന് പട്ടയം കിട്ടാൻ ഇന്ന് വരെ ഒരു സാഹചര്യം ഉണ്ടായില്ല. ഈ 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ആ ഭൂമിക്ക് പട്ടയം ഞാൻ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വെച്ചിട്ട് ചേലക്കര വെച്ചിട്ട് മേടിച്ചു. എൻ്റെ ഒരു അനുഭവമാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ സ്വന്തം അഭിപ്രായമാണ് അത്. ഞാൻ LDFും UDFും മാറി മാറി ഭരിച്ചിട്ടും ആ പട്ടയം കിട്ടാൻ ഞാൻ ഒരുപാട് ഓടിയിട്ടുണ്ട്. അതിനോട് ഈ സർക്കാരിൽ ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആ പട്ടയം നേരിട്ട് മുഖ്യമന്ത്രിയുടെ മേടിച്ച ആളാണ് ഞാൻ. ഇപ്പൊ ഈ തോട്ട മേഖലയിൽ തൊഴിലാളികൾക്ക് ഒരു ശമ്പളത്തിന്റെ പ്രശ്നം പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ളൊരു പരാതി മൊത്തത്തിൽ. അല്ല, അതിൽ നമുക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിപ്പോ സർക്കാരിന്റെ പോരായ്മ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ അവസരങ്ങൾ കഴിഞ്ഞു. അത് അടുത്ത് തന്നെ പുതുക്കി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഇടക്കാലാശ്വാസം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കൂലി അതിൽ തന്നിട്ടുണ്ട്. പരിപൂർണമായിട്ട് അതിന്റെ കൂലി പരിഗണിച്ച് കിട്ടിയിട്ടില്ല. ഈ പ്രദേശത്ത് ഈ വന്യജീവി ആക്രമണങ്ങൾ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഈ പുലിയുടെ ആക്രമണം, ആന. അപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള അറിവുണ്ടോ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് മാത്രമല്ല, മൊത്തമുണ്ട് കേരളത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മൊത്തമുണ്ട് വന്യജീവിയുടെ ആക്രമണം. കേരളത്തിൽ മൊത്തമുണ്ട്. അത് മാത്രമല്ല അന്യ സ്റ്റേറ്റിലും ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ മൊത്തമുണ്ട് എന്നുള്ളതാണ്. ബാക്കി കർണാടക ആയാലും ഒക്കെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അത് കേന്ദ്ര സർക്കാർ കൂടി മുൻകൈ എടുത്തിട്ട് അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നത് നിർബന്ധമാണ്. അപ്പോൾ ഈ 10 വർഷത്തെ ഭരണം നല്ല രീതിയിലുള്ള ഭരണമായിരുന്നാണ് നമ്മൾ അങ്ങനെയാണ് വിലയിരുത്തുന്നതിനെ കുറിച്ച്. UDFന് ഒരു രീതിയിലുള്ള സാധ്യത ഇല്ല എന്നാണോ പറയുന്നത്? നമ്മൾ വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ഒക്കെ വികസനം ചെയ്ത ഒരു സർക്കാർ 3ാമത് വന്നൂടെ എന്നുകൊണ്ട് ജനം ചിന്തിച്ചൂടായിണ്ടോ? ഇത്രയൊക്കെ ആയിട്ടും 3ാമത് ഈ സർക്കാർ കൂടി വന്നാൽ എന്താ എന്ന ആ ചോദ്യത്തിനൊരു ഉത്തരം ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷത്തെ കാലം ഭൂരിപക്ഷം കൂട്ടുമോ LDF ഇത്തവണ? രാമേന്ദ്രൻ നല്ല അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ്. അതല്ല ഞാൻ ചോദിച്ചു, 99 സീറ്റിലാണല്ലോ വിജയിച്ചു വന്നത് കഴിഞ്ഞ തവണ. അതിലിട്ട് 100ന് മുകളിലേക്ക് ഒരു സീറ്റ്. 100ന് മുകളിലേക്കൊന്നും വേണമെന്നില്ല, ഭരിക്കാനുള്ള സീറ്റ് കിട്ടിയാൽ മതി. കിട്ടുമോ? കിട്ടും. BJPക്ക് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? BJPനെ സംബന്ധിച്ച് കേരളത്തിൽ നമ്മളിപ്പോ ഇവിടെ ഈ ബൂത്തിലൊക്കെ എന്തെങ്കിലും അവർക്ക് എല്ലാ ബൂത്തിലും അല്ലെങ്കിൽ എല്ലാ ഇതിലും വോട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബൂത്ത് ഉണ്ട് എന്നുള്ള ആധിപത്യം അവർക്ക് സംബന്ധിച്ചിട്ടുണ്ടാവില്ല. 5 സീറ്റൊക്കെ കിട്ടാൻ സാധ്യത കേരളത്തിലില്ല. തൃശ്ശൂര് അവരൊരു പ്രധാന മണ്ഡലമാണ് പത്മജയുടെ. അവിടെ എന്തെങ്കിലും സാധ്യത BJP? അവിടെ സാധ്യത എങ്ങനെ ഉണ്ടാവണം? സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു MP ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് നമ്മൾ ആ മനുഷ്യനെ ഇന്നവരെ കണ്ടിട്ടില്ല. ആ ജയിച്ച് വോട്ട് വാങ്ങി പോയി എന്നല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ജയിച്ചു പോണത്. ആ ജനങ്ങളോടൊരു ബാധ്യത ഉണ്ടല്ലോ. ആ ബാധ്യതക്ക് പോലും എനിക്ക് തോന്നുന്നു ഇനി തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്നല്ല BJPന്റെ ആരും നല്ല ജയിക്കാൻ സാധ്യത കുറവാണ്. അന്ന് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു LDFന്റെ സുനിൽ കുമാർ. അപ്പോൾ BJPയുടെ അവസ്ഥ അതാണ്. അപ്പോൾ കേരളത്തിൽ വീണ്ടും ഒരു പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതാണ് പ്രതീക്ഷ.
ഇത്തവണ ഒരു ഭരണമാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. അതെന്താ ഇത്ര ഉറപ്പ് പറയാം? ഇത്ര ഉറപ്പായിരുന്നു ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഇവിടെ ചെയ്തിരിക്കുന്ന വികസനങ്ങൾ. നമ്മുടെ ഒരു അടിസ്ഥാനമായിട്ട് ഇവിടെ വേണ്ടത് വിദ്യാഭ്യാസം, റോഡ്, ആശുപത്രികൾ, പിന്നെ ക്ഷേമ പെൻഷനുകൾ, ഇതൊക്കെ ഇടതുപക്ഷ സർക്കാർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ. അല്ല, ഇപ്പോൾ UDF വന്നു കഴിഞ്ഞാൽ അവരിപ്പോൾ KSRTC അടക്കം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഇൻഷുറൻസ്, പിന്നെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരുപാട് ഗ്യാരണ്ടികളൊക്കെ തരുന്നുണ്ടല്ലോ. അതായത് ഈ കോൺഗ്രസ് ഇത് പറയുന്നുണ്ട്. കോൺഗ്രസ് 10 കൊല്ലം മുന്നേ ഭരണത്തിലേക്ക് ഇവിടെ പെൻഷൻ എങ്ങനെയായിരുന്നു? കുടിശ്ശിക വെച്ചിട്ട് പോയ വഴി കിടന്ന നാളെ ഗണേഷ് കുമാർ പറഞ്ഞ പോലെ വഴി കിടക്കണ തേങ്ങ എടുത്തിട്ട് ഗണപതിക്ക് അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കാശ് കൊടുത്തിട്ട് തേങ്ങ മേടിച്ചിട്ട് അടിക്കട്ടെ. അല്ല, ഇപ്പോൾ ഈ വികസനങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഒരുപാട് രൂപ ഖജനാവിന് കടം വരുത്തി വെച്ചിട്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത്. അപ്പോൾ 6 ലക്ഷത്തിലധികം കോടി കടമാണ് ബാധ്യതയാണെന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ കാശെടുത്ത് വികസനം നടത്തി ഖജനാവ് കാലിയാക്കുന്ന ഒരു ഖജനാവ് കാലിയാക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഖജനാവ് മുൻകാലങ്ങളിൽ ഇങ്ങനെയാണല്ലോ. പക്ഷെ അത് ഖജനാവ് കാലിയാവണമെങ്കിൽ ഇവിടെ വികസനം നടക്കണ്ടല്ലോ. സാധാരണ ജനങ്ങൾക്ക് വേണ്ട വികസനങ്ങൾ അടിസ്ഥാനം പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതകാലം മെച്ചപ്പെട്ടു. റോഡായാലും ഈ റോഡും ഗതാഗതവും സ്കൂള്, ആശുപത്രി, ഇതൊക്കെയാണ് സാധാരണക്കാരന് പെൻഷൻ, അതൊക്കെ നല്ല രീതിയിലൂടെ നടക്കുക. അപ്പോൾ തുടർഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു LDF ജയിക്കുകയാണെങ്കിൽ തന്നെ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുണ്ടോ? അതൊക്കെ പാർട്ടി തീരുമാനിക്കുക ആരാവണമെന്ന്. അല്ലാണ്ട് അഭിപ്രായത്തിൽ ആരാവണമെന്ന് ആഗ്രഹം? നമ്മൾക്കിപ്പോൾ ഈ മുഖ്യമന്ത്രി നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ പിണറായി വിജയനായാലും മറ്റു ആരായാലും നമുക്ക് വിരോധമില്ല. ഇതേപോലെ തന്നെ നല്ല ഭരണം അത് വേണ്ടോ. അപ്പോൾ കോൺഗ്രസ് വന്ന് ഇങ്ങനെ ഒരു ഭരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു? അതുണ്ടാവില്ല. നമ്മളൊരു 10 കൊല്ലം മുന്നേ ഇതൊക്കെ ഇവിടെ അനുഭവിച്ചാലേ ഞങ്ങൾ. അപ്പോൾ LDF തന്നെ മൂന്നാമത് വരുന്നതാണ് ചേട്ടൻ. പുതുക്കാട് മണ്ഡലവും ഇപ്പൊ ഇതിനു മുന്നേ KK രാമേന്ദ്രൻ ആയിരുന്നു, അതിനു മുന്നേ രവീന്ദ്രൻ മാഷായിരുന്നു, അതിനു മുന്നേ രവീന്ദ്രൻ മാഷായിരുന്നു, അതിനു മുന്നേ ഇവിടെ UDF ഭരിച്ചിരുന്നത് ഈ മണ്ഡലം. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി അറിയാലോ, നിങ്ങൾ ചാനലുകാർക്ക് അറിയാവുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തോടെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അയാൾ ഇവിടെ നടത്തിയ വികസനങ്ങൾ തുടർച്ചയായിട്ട് രാമേന്ദ്രനും പിന്നെയും ആൾക്ക് തന്നെ നല്ലൊരു ഇതുണ്ട് ഇവിടെ. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇത്തവണ കേരളം ആര് ഭരിക്കും? കേരളം ഇടതുപക്ഷം തന്നെ ഭരിക്കും. എത്ര ഉറപ്പ് പറയാൻ കാരണം? ഉറപ്പെന്ന് വെച്ചാൽ അവർ നടത്തിയ വികസനം തന്നെ ഉറപ്പ്. അല്ലാണ്ട് ഉറപ്പ് പറയാൻ മെയിനായിട്ട് വികസനം തന്നെയാണ് ഇത്തവണ എടുത്തു പറയാനുള്ളത്. അതെ, അതാണുള്ളത്. പ്രതിപക്ഷത്തിന് ഒന്നും എതിർത്ത് പറയാനില്ല. അവർ ഇത്ര വർഷം ഭരിച്ചിട്ട് എന്നിട്ട് വികസനം ഉണ്ടായേ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? 10 വർഷം ഭരിച്ചല്ലോ. UDF പറയുന്നത് ഇനി ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങൾ അതിനേക്കാൾ നന്നായി ഭരിച്ചു കാണിക്കാന്നാണ് പറയുന്നത്. ആർക്കും പറയാലോ. ഇപ്പൊ BJP പറഞ്ഞൂടെ ഞങ്ങൾക്ക് അവസരം തന്നപ്പോ BJP ഇന്നലെ പറഞ്ഞു കിടക്കുന്നത് ഞങ്ങൾക്ക് അവസരം തന്ന ഇവിടെ തേനും പാലും എടുക്കുന്നു പറഞ്ഞത്. എന്താ കാര്യമുണ്ടോ? നടക്കാത്ത കാര്യങ്ങളാണത്. അപ്പൊ ഇപ്പോഴത്തെ ഭരണം കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിണറായി വിജയൻ തന്നെ മൂന്നാമതും. അത് വിജയനെ അടുത്ത വർഷം തീരുമാനിക്കുന്നത് ഭരിച്ചോട്ടെ. അടുത്ത വർഷം നമുക്ക് പിണറായി വിജയൻ തന്നെ നമുക്ക് നിർബന്ധമില്ല. അടുത്ത വർഷം ആയാലും കുഴപ്പമില്ല. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ ഭരണം ഇത്തവണ UDFന് വല്ല സാധ്യത കാണുന്നുണ്ടോ? 100% LDF ഭരിക്കാൻ പാടുള്ളൂ. കാരണം LDF ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ മണ്ടന്മാരാ. അത്രയ്ക്കും മണ്ടന്മാരായിരിക്കും വോട്ട് ചെയ്യുന്നവർ. കാരണം അത്രയധികം വികസനങ്ങൾ കേരളം നമ്പർ 1 അല്ലേ എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ആരോഗ്യ മേഖല ആയാലും ഏത് മേഖല എടുത്താലും, ഏത് മേഖലയിൽ ഇന്ത്യയിൽ നമ്പർ 1 സംസ്ഥാനം കേരളമാണ്. അതെന്തുകൊണ്ടാണ്? ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ റോഡ് വേണം, പാലങ്ങൾ വേണം, വഴികൾ വേണം. ഇപ്പോൾ ഗെയിൽ പദ്ധതി കേരളം നടപ്പാക്കി, ഹൈവേ പദ്ധതി കേരളം നടപ്പാക്കി, എല്ലാ പദ്ധതികളും ഹൈവേ ഒക്കെ പോയി നോക്കും നമ്മൾ. ഇനി ഈ പ്രാവശ്യം അതേമാതിരി ഇപ്പോൾ ഒരു തുരങ്കപാത വരുന്നുണ്ട്. ഇതൊക്കെ ആരുടെ കഴിവാ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. ഇപ്പോഴത്തെ ഈ സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. വീണ്ടും അവര് വരുന്നത് തന്നെയാണ്. നമ്മളെ 10 വർഷം അവര് ഭരിച്ചിട്ട് എന്തൊക്കെ വികസനങ്ങൾ ഉണ്ടായി? നല്ല രീതിയിൽ നല്ല വികസനം. ഈ യുവാക്കൾക്ക് എന്തെങ്കിലും തൊഴിൽ സാധ്യതകൾ അതൊക്കെ സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ട്. അതേമാതിരി കായിക മേഖലയിലും ഭയങ്കര എല്ലാവർക്കും ഇടപെടലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സർക്കാർ തന്നെ വരുന്നതാണ്. നമ്മൾ ഈ മൊത്തത്തിൽ യൂത്തിന്റെ ഒരു തീരുമാനമാണോ ഈ സർക്കാർ വീണ്ടും വരണം എന്നുള്ളത്? അതോ ഈ ജൻസി വിഭാഗം എന്ന് പറയുന്ന ആളുകളുടെ ഒക്കെ മനസ്സിൽ എന്തായിരിക്കും പ്രതീക്ഷ ഈ അടുത്ത ഭരണത്തെ കുറിച്ച്? അവർക്ക് ഈ ഭരണം തന്നെ മതി, അതോ മാറണം എന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, ഈ ഭരണം തന്നെ മതി തന്നെ. എല്ലാ മേഖലയിലും അതിന്റെ മാറ്റങ്ങൾ കാണാനുണ്ട്. ഓക്കെ.
ചേട്ടാ ഇനി ഇവിടെ ആര് ഭരിക്കണം കേരളം? ഇവിടെ ആര് ഭരിച്ചാലും എല്ലാവരും ഭരിച്ചാലും ഒരേപോലെ തന്നെ നടക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരാൾക്കൊരു പ്രയോജനമില്ല. ഇപ്പൊ ഈ തല്ലൂട്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ടി വിയിൽ 24 മണിക്കൂറും. ഏത് പാർട്ടി വേണ്ടിയിട്ട് ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ടും ഓരോ ആൾക്കാർക്ക് ആരാ സ്ഥാനത്ത് ആവാൻ വേണ്ടിയിട്ട് അവര് നോക്കുന്നത്. അപ്പൊ ഇത് മുതലെടുപ്പില്ലാണ്ട് ആരും വെറുതെ എന്ത് ആടുന്നില്ലല്ലോ. എനിക്കെന്താ പറയുള്ളൂ, 2 പാർട്ടിക്കാരും ഈ മുതലെടുപ്പിന് വേണ്ടി അതല്ലാണ്ട് പിന്നെ ആരെങ്കിലും പൈസ ഇറക്കുവോ? ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് ചെയ്യണമെന്നൊരു താല്പര്യമില്ല. അവർക്ക് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ കൂടെ ടി വിയില് നമ്മള് ലൈവ് കാണല്ലേ നിങ്ങളത്. അപ്പൊ ആര് ജയിച്ചാലും ഒക്കെ കണക്കന്നെ. ആര് ജയിച്ചാൽ കുഴപ്പമില്ല. എന്നിട്ട് ജയിച്ചത് തന്നെയല്ലേ അവസ്ഥ. ചേട്ടന്റെ അഭിപ്രായത്തില് കേരളം ഇനി ആര് ഭരിക്കണം? അതെന്താ എത്ര LDF ഭരിക്കണം? എന്തൊക്കെ നേട്ടങ്ങളാണ് എടുത്തു പറയാനുള്ളത്? എന്തൊക്കെ നേട്ടങ്ങളാണ് എടുത്തു പറയാനുള്ളത്? ഇപ്പോ അവർക്ക് മറ്റേ ഈ മറ്റേ നമ്മളെ ഇത് എന്താ ഇപ്പൊ പറഞ്ഞോ, പെൻഷൻ കൂട്ടി 2000 സർക്കാര്. അത് യുവാക്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തത്? ജോലിക്കുള്ള സാധ്യതകൾ, PSC ടെസ്റ്റിനുള്ള കൂടുതൽ ഇത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ജോലി മോശം, ആൾക്കാർ ജോലി ഇതൊന്നും ചെയ്യാറ് നടക്കന്നെ. പിന്നെ എന്താ ഈ റോഡുകളൊക്കെ എങ്ങനെ മാറ്റങ്ങളുണ്ടോ? അതെ. അപ്പൊ ഈ LDF സർക്കാർ നല്ലതാണ് എന്നുള്ളതാണ് അഭിപ്രായം. അപ്പൊ അടുത്തൊരു ഭരണം ഇവര് തന്നെ വന്നാൽ കുഴപ്പമില്ല. പിണറായി സർക്കാരിന് വീണ്ടും ഭരിക്കണമെന്നാണ് അഭിപ്രായം. UDF കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല. ഈ BJPക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട് കേരളത്തിൽ? ഇല്ല, ഒരു സാധ്യതയില്ല. എവിടെ ജയിക്കില്ല അല്ലേ? അപ്പൊ 15-ാം വർഷവും LDF വരണം. ഇപ്പൊ 10 വർഷമായിട്ട് LDF സർക്കാരാണ് കേരളത്തില് അധികാരത്തിലുള്ളത്. ഇനി ഒരു 5 വർഷം കൂടി LDF സർക്കാർ തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ വല്ല സാധ്യതയുണ്ടോ? സാധ്യത കൂടുതല. എന്തുകൊണ്ട്? 14,000 കോടിയുടെ വികസന പ്രവർത്തനമാണ് ഈ പ്രാവശ്യം ആൾ ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ ചെയ്തത്. ഇവിടെ മുക്കിലും മൂലയിലും എന്തെങ്കിലും വികസനം ഇല്ലാത്തൊരു സംഭവം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ വിജയിപ്പിക്കൽ നമ്മൾക്ക് നിർബന്ധമാണ്. ഇനിയിപ്പോൾ എന്താണ് ട്രെൻഡ് നമുക്കറിയില്ല, ആ ട്രെൻഡിനനുസരിച്ച് നീങ്ങും. ഇപ്പോൾ മൊത്തത്തിലുള്ള അഭിപ്രായം പറഞ്ഞത് തുടർ ഭരണം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ BJPക്ക് കേരളത്തിൽ കൂടുതൽ സീറ്റ് കിട്ടാനും ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് ഇല്ലാണ്ടാവും എന്നാണ് പറയണത്. ഇത് സംഭവിക്കോ സംശയം. അത്ര വളർച്ച BJPക്ക് വരുമെന്നുള്ളതാണ്. അല്ല, ഈ കോൺഗ്രസ് ആളുകളൊക്കെ BJP പോകുന്നുണ്ട്. അത് വേറെ, അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സീറ്റിനും അല്ലെങ്കിൽ അവരെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാറാൻ സാധ്യതയുണ്ട്, മാറും. പിന്നെ ഈ തുടർ ഭരണം കിട്ടുമ്പോൾ തന്നെ ഈ പാർട്ടിക്ക് ജനങ്ങളിലുള്ള കുറച്ച് താല്പര്യം കുറവ് സ്വാഭാവികമാണ്. 10 വർഷം കണ്ടിന്യൂ ഭരിക്കുന്ന ആളുകളോട് ചില ആളുകൾക്കൊരു എന്താ ഒരു പ്രതിബദ്ധത കുറയും. അത് സ്വാഭാവികമാണ്. എങ്കിലും ഇത്രയും പിന്നെ വികസനം കാഴ്ചവെച്ചതുകൊണ്ട് ഒരേ മുക്കിലും മൂലയിലും ആദിവാസികൾ മുതൽ സാധാരണക്കാർ മുതൽ എല്ലാ ആളുകൾക്കും ഇപ്പം ഇതിലെ മറ്റേ മലയോര ഹൈവേ പോകാൻ പോവാണ്. അതിൻ്റെ ടെൻഡർ പാസ്സായി എന്നാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞാലൊക്കെ വികസനമല്ലേ, നമ്മൾ ഒരിക്കലും കാണാത്ത വികസനമാണ് അതൊക്കെ. ഈ മേഖലയിൽ വന്യജീവി അതാണ് ഇവിടെ പ്രശ്നം. അതിന് ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അവര് ചെയ്യുന്നുണ്ട്, പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലല്ലത്. അപ്പോ അതിനൊരു പരിമിതി ഉണ്ടല്ലോ. അതുപോലെ ഈ തൊഴിലാളികളുടെ കൂലി പ്രശ്നം അവർ ഉയർത്തിക്കാട്ടുന്നു. UDF വന്നാലാണ് കറക്റ്റ് കൂലി കിട്ടുള്ളൂ. LDF സർക്കാരിന്റെ ഭാഗത്ത് കൂലി UDF ഭരിച്ചതല്ലോ ഇവിടെ. ഈ 10 വർഷത്തിന്റെ മുൻപ് മാറി മാറി ഭരണം വന്നല്ലേ നമ്മൾ കണ്ടതല്ല ആ കൂലിയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ക്ഷേമ പെൻഷൻ തന്നെ 18 മാസം പെൻഡിങ്ങിൽ വെച്ച് സർക്കാരാണ് കഴിഞ്ഞു പോയത്. ഇതിപ്പോൾ ഒരു മാസം പോലും പെൻഡിങ്ങിൽ നമുക്ക് ഇപ്പം ഇല്ല. അപ്പം അതല്ലേ സാധാരണക്കാർ ആഗ്രഹിക്കുക. അത് കാർഷിക പെൻഷനാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ പെൻഷനുമാണ് താഴേക്കടിയിലേക്കുള്ള ആളുകൾ. അവർക്കൊരു 10 രൂപ മരുന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതും മറക്കുമെന്നുള്ളത് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏകദേശം കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റിൽ വിജയം നേടാൻ സാധ്യതയുണ്ടോ കേരളത്തിൽ? ഒരു 100-ലധികം സീറ്റ് LDF നേടുന്നു തോന്നുന്നുണ്ടോ? അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. എങ്കിലും ഒരു 85-ന്റെ മേളിലേക്കുള്ള ജയിക്കാനുള്ള സീറ്റ് ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. ഈ ഭരണം തന്നെ തുടർന്ന് പോയാൽ മതി എന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം. വളരെ നല്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇപ്പൊ ഈ പാർട്ടിയിൽ നിന്ന് മുതിർന്ന കുറച്ച് നേതാക്കള് പാർട്ടി ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അണികളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അത് വോട്ടിനെ ബാധിക്കുമോ?
അത് എൻ്റെ കാഴ്ചപ്പാടിൽ വോട്ടിനെ ബാധിക്കാനുള്ള വിഷയം കാര്യമില്ല. കാരണം ആയിഷ പോറ്റി ജീവിതത്തിൽ കിട്ടാത്ത അത്രയ്ക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത പാർട്ടിയാണ്. അതിലൊക്കെ ഈ ജി സുധാകരൻ 4 തവണ MLA ആയി, 2 തവണ മന്ത്രിയായി, മുനിസിപ്പൽ പ്രസിഡൻ്റായി, ചെയർമാനായി. എന്നിട്ടും പോരാതെ വീണ്ടും 70-75 വയസ്സായ ആള് വീണ്ടും അധികാരത്തിന് വേണ്ടി വാശി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ആശയപരമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് അത്തരം ഒരു പ്രവണത നല്ലതല്ല. കാരണം വീണ്ടും നമ്മുടെ പിന്നിൽ ആൾക്കാർ വരുന്നുണ്ട്, യുവജനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ തലമുറയ്ക്കില്ലേ? താങ്കളുടെ അഭിപ്രായത്തിൽ അങ്ങനെയല്ലേ? ശരിയാണ്. അപ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്നുള്ള നിലപാട് ശരിയായിട്ടുള്ള നിലപാടല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. UDF ഏതെങ്കിലും രീതിയിൽ സീറ്റ് നില കൂടുതലാക്കാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ തവണത്തെക്കാൾ വിട്ട് സീറ്റുകൾ തവണ 40 സീറ്റാണ് ആയിരുന്നത്. ഇത്തവണ 40 സീറ്റ് എത്തോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. കാരണം നുണ തന്നെ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത്, ഈ VD സതീശൻ. അവിടുത്തെ നുണയല്ലാണ്ട് ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ മുണ്ടക ചുരമല ദുരന്തത്തിൽ പൈസ പിരിച്ചു, അതിൻ്റെ കണക്ക് ഇതുവരെ രേഖപ്പെടുത്തിയില്ല. ഏത് ആപ്പാന്ന് വെച്ചാൽ അവർ ആപ്പ് മുക്കി. അപ്പോൾ ഞങ്ങൾ 100 വീട് പണിയും, അല്ലെങ്കിൽ 500 വീട് പണിയും, 1000 വീട് പണിയും എന്ന കുറേ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകി ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഈ മുച്ചിട്ടികൾക്കാരൻ്റെ മാതിരി ഓരോന്ന് വെച്ച് നിങ്ങൾക്ക് അത് തരാം ഇത് തരാം എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു ചപ്പടി വിദ്യയായിട്ടാണ് നടക്കുന്ന ആൾ. ഇന്ന് പറഞ്ഞല്ല, കുറച്ച് കഴിഞ്ഞാൽ പറയാം. ആ കുറച്ച് കഴിഞ്ഞാൽ പറയാം നാളെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് മാധ്യമങ്ങളുടെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ പേരിലേക്ക് ഇടുകയാണ് ആൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അത്തരമുള്ള ആൾക്കാരെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? ഇപ്പം അവരിൽ തന്നെ ഈ രമേശ് ചെന്നിത്തല ഗ്രൂപ്പ്, വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ്, ഈ സതീശൻ്റെ ഗ്രൂപ്പ്, അടൂർ പ്രകാശിൻ്റെ ഗ്രൂപ്പ്, ആര് മുഖ്യമന്ത്രി ആവുന്ന അവർക്ക് തന്നെ ഒരു കടിപിടിയാണ്. ഇപ്പോൾ MLA ആവാൻ വേണ്ടി കടിപിടി, മുഖ്യമന്ത്രി ആവാൻ കടിപിടി. അങ്ങനത്തെ നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യും? അങ്ങനെ വിശ്വസിച്ച് വോട്ട് ചെയ്യും. ഓക്കെ, BJPക്ക് ഇത്തവണ എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ കേരളത്തിൽ? ഇപ്പൊ പുതിയ അവർക്ക് നേതാവ് ചന്ദ്രശേഖരൊക്കെ വന്ന് അത്യാവശ്യം നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്ത് നല്ല പ്രവർത്തനം നടത്തിയാണ് താങ്കൾ പറയണത്? അല്ല, അവർ രാഷ്ട്രീയമായിട്ട് വോട്ട് നേടാനുള്ള ആളുകളെ സംഘടിപ്പിക്കലും കാര്യങ്ങളൊക്കെ അവർ നന്നായി ചെയ്യും. അത് വെറുതെ പൈസയുടെ ഗിമ്മിക്ക് കാണിക്കണതല്ലേ ഈ BJPയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ചൂരൽമല മുണ്ടൊക്കെ ഇതിൽ ഫോട്ടോ സെഷനിൽ പങ്കെടുത്തു നരേന്ദ്രമോദി. 10 പൈസ നമുക്ക് അതിൻ്റെ പേരിൽ നമുക്ക് കേരളത്തിന് കിട്ടിയായിട്ട് അവർ പറഞ്ഞിട്ടില്ല. തരാന്നൊക്കെ പറഞ്ഞു. അരി കൊണന്നു, ആർമി വന്നു, അതിനൊക്കെ കണക്ക് പറഞ്ഞ് നമ്മുടെ കയ്യിൽ പൈസ വാങ്ങിക്കുക കേരളത്തിന്. എൻ്റെയും താങ്കളുടെ അടക്കം നികുതി പണത്തിൽ നിന്ന് അവരതിന് പൈസ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുക ചെയ്തത്. അതായത് സഹായിച്ചാലല്ലേ അവർ പറഞ്ഞത്. അപ്പൊ അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല, അവര് ഇനി വോട്ട് നിലവാരം ഇനി താഴേക്ക് പോകുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ. വ്യത്യസ്തമുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ പിണറായി വിജയൻ 3.0 ഉണ്ടാവുന്നതാണ്. 100% ഉണ്ട്. N4 ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക ഇലക്ഷൻ പ്രോഗ്രാം ആരുടെ വിധി? നാടിന്റെ തീരുമാനങ്ങൾ ഇനി N4 ന്യൂസിലൂടെ.